എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു ഫുഡ് മാത്രം കഴിച്ചിട്ടൊന്നല്ല ഞാൻ വെയിറ്റ് കുറച്ചിട്ടുള്ളത്. അതും പട്ടിണി കിടന്നിട്ടുമല്ല. ഞാൻ ഡിഫറെൻറ്റ് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരൊറ്റ ഫുഡ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. അതേപോലെ ഏത് കാര്യത്തിൽ എങ്ങനെയാണ് ഒറ്റൊന്ന് മാത്രം ഒരു ഡയറ്റ് മാത്രം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. അങ്ങനെ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ആയി കഴിഞ്ഞാലും അതേപോലെ ഡയറ്റ് ആയി കഴിഞ്ഞാലും ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കട്ടെ ഇടയ്ക്ക്. അപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഓട്സ് കൊണ്ടുള്ള ദോശയാണ്. അതിന് 2 എഗ്ഗ് അത് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. എഗ്ഗ് യോക്ക് മാറ്റി വെക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നു വേണ്ട കേട്ടോ. 2 എഗ്ഗ് വരെ നമുക്ക് വെയിറ്റ് ലോസിന് കഴിക്കാം കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് പിന്നെ ബാക്കിയുള്ളത് എഗ്ഗ് വെയിറ്റും കഴിക്കുക. ഇനിയിപ്പോൾ 5 എഗ്ഗ് കഴിക്കുന്നുണ്ടെങ്കിൽ 3 എണ്ണം എഗ്ഗ് വൈറ്റ് എടുക്കുക, 2 എണ്ണം എഗ്ഗ് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് ഓട്സ് പൊടിച്ചതില്ലേ, ഓട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ക്യാരറ്റും സവാളയും പിന്നെ ഗ്രീൻ ചില്ലിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടായ പാനിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണെന്നറിയാം. പരത്തി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് പിന്നെ ഒരു വശമായി എന്നറിയുമ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ മേലെ തൂക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. കുറച്ച് ഗീയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ദോശ ഒന്ന് മരിച്ചെടുത്തിട്ട് നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലാണ്. നമുക്ക് എന്താ പറയുക ഡയറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സോ മറ്റേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് കുറക്കുക കേട്ടോ. പട്ടിണി കിടന്നിട്ട് ഒരിക്കലും വെയിറ്റ് കുറയ്ക്കരുത്. നമ്മൾ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പലതരത്തിൽ പരീക്ഷിച്ച് വെക്കുക. നമുക്ക് ഡയറ്റ് ഫുഡ് തന്നെ നല്ല നല്ല ടേസ്റ്റി ആക്കിയിട്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാം. പിന്നെ വേറെന്താ, ഇനി ഇതുപോലുള്ള റെസിപ്പി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഓൺലൈൻ വർക്കൗട്ട് നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും അടിപൊളി പിന്നെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും മെയിൻ പ്രോബ്ലമാണ് വയറ് കുറയുന്നില്ല എന്നുള്ളത്. വയറ് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.